ഇന്ത്യ നിങ്ങളിലേക്ക് വരുന്നത്. SDPI ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത്, എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിന് തീർച്ചയായും ഒരു ഉത്തരം കിട്ടേണ്ടത്. 63 വർഷങ്ങളോളമായി കോൺഗ്രസുകാർ നമ്മെ വിട്ടികളാക്കാൻ തുടങ്ങിയിട്ട്, കോൺഗ്രസുകാർ പണ്ട് മുതലേ ജന്മിമാരും സമ്പന്നരും ഭൂവുടമകളുമാണല്ലോ. അവർക്കെതിരെ വന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിടിയെ എന്ന് പാടി നടന്നവർ, ചട്ടമ്പടയും കട്ടൻ ചായയും കുടിച്ച് നടന്നിരുന്ന പാർട്ടി സഖാക്കൾ ഇന്ന് വാട്ടർ തീം പാർക്കിന്റെ ഉടമകളാണ്. അവർക്ക് പാർക്കാൻ മണിമന്ദിരങ്ങളുണ്ട്. അവരുടെ മക്കൾ വിദേശത്ത് ഹൈ റേഞ്ചിൽ പഠനം നടത്തുന്നു. പിന്നെ ആർക്ക് വേണം ഈ പാവപ്പെട്ടവനെ? പിന്നെ ഇവിടെ സമുദായത്തിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ഇന്ത്യൻ യൂണിയൻ മലബാർ ലീഗ്, അവർക്കാണോ മുസ്ലിം സമുദായത്തിനോടുള്ള പരിഗണന? മഞ്ചേശ്വരത്ത് തൊട്ട് മഞ്ചേരിയിൽ അവസാനിക്കുന്ന മുസ്ലിം ലീഗിനാണോ സമുദായത്തെ സംരക്ഷിക്കാൻ പറ്റുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ ഇന്ത്യ രാജ്യത്ത് ഏത് പാർട്ടിയാണുള്ളത്? ഇവിടെ SDPI തഴച്ചു വളരുമ്പോൾ പലരും പറഞ്ഞു നടക്കുന്നു, അവർ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ്, അവരുടെ കൂടെ നിന്നാൽ ജയിലിലടക്കപ്പെടും, തുറങ്കിലടക്കപ്പെടുമെന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ആരാണ് തീവ്രവാദികളെന്നും ആരാണ് ഭീകരവാദികളെന്നും ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹേമന്ത് കർക്കരെ എന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണത്തിലൂടെ മുമ്പോട്ട് പോയപ്പോൾ ആരൊക്കെയാണ് തീവ്രവാദികളെന്നും ആരൊക്കെയാണ് ഭീകരവാദികളെന്നും ഇവിടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാമി അസീമാനന്ദ തീവ്രവാദിയ, കേണൽ ശ്രീകാന്ത് പുരോഹിത് തീവ്രവാദിയ, ലോകേഷ് ശർമ്മ തീവ്രവാദിയ, സന്ദീപ് പാണ്ഡെ തീവ്രവാദിയ. ഇവരൊക്കെയും RSSന്റെ പടയാളികളാണ്. പിന്നെയാണ് പറയുന്നത് SDPI തീവ്രവാദികളാണെന്ന്, SDPI ഭീകരവാദികളാണെന്ന്. മലേഗാവിലും മക്ക മസ്ജിദിലും അജ്മീർ ഷരീഫിലും സംജോത എക്സ്പ്രസിലും ബോംബ് വെച്ച് തകർത്തത് ആരൊക്കെയാണെന്ന് ഇവിടെ വളരെ വ്യക്തമായി ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. SDPI നിങ്ങൾ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങൾ പറയുന്നു SDPIക്കാരുടെ കൂടെ കൂടിയാൽ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും, അവർക്ക് തടവറയിലേക്ക് കയറേണ്ടി വരും. ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? ആരൊക്കെ കിടന്ന ജയിലാണ് ഇന്ത്യ രാജ്യത്തിന്റെ ജയില്? സ്വതന്ത്ര സമര സേനാനികൾ കിടന്ന ജയില്, മഹാത്മാഗാന്ധി കിടന്ന ജയില്, മുഹമ്മദ് അലി ജോഹർ കിടന്ന ജയില്, ആലി മുസ്ലിയാരും അയ്യങ്കാളിയും കിടന്ന ജയില്. ആ ജയിലടക്കുള്ളിലേക്ക് ഒരു രണ്ടാം സമര സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കേണ്ടി വന്നു എന്ന ഒറ്റ കാരണത്താൽ ആ തടവറക്കുള്ളിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, യാതൊരു ഭയവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് SDPI.